നമ്മുടെ ഗ്രോക്കണ്ണൻ വരെ പറയുന്നു നമ്മുടെ പണിക്കരൂട്ടി ഒരു സംഖ്യയാണ്. അല്ല പണിക്കരൂട്ടി അത് വലിയ പ്രശ്നമില്ല ഇപ്പം അല്ലേ? നമ്മുടെ നാട്ടിൽ ഇജ്ജ് പോയി ഇരിക്കുന്ന ഏത് എന്താ പറയുക ഡിബേറ്റ് ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഏത് മാധ്യമങ്ങളായിക്കോട്ടെ, എല്ലായിടത്തും എൻ്റെ പേരിൻ്റെ താഴെ സാമൂഹിക നിരീക്ഷകൻ അതല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകൻ ഇതേ പറയാറുള്ളൂ. നമ്മൾ പോലും ചിലപ്പം വിചാരിച്ചു പോകും ഈ പാവം പണിക്കരൂട്ടി സംഖ്യയാണോ അതോ ഈ പറഞ്ഞ രാഷ്ട്രീയ നിരീക്ഷകനാണോ ഒക്കെ. പക്ഷെ ഗ്രോക്കണ്ണൻ പറയുന്നത് ഇജ്ജ് ഒരു പക്കാ സംഖ്യയാണ് അല്ലേ? വല്ലാത്തൊരവസ്ഥ അല്ലേ? ആരാണ് ഗ്രോക്കണ്ണൻ? നമ്മുടെ സ്വന്തം എക്സിന്റെ സഹോദരനാ. സ്വന്തം കൂട്ടരാ. എക്സ് ആരാണ്? നമ്മുടെ എലൻ മസ്കിന്റെ സോഷ്യൽ മീഡിയ സൈറ്റാണ്, നമുക്കറിയാം. ഇനിയിപ്പം ഈ എക്സ് നമ്മുടെ ഈ ഗ്രോക്കിന് തോന്നാൻ ചില കാരണങ്ങളുണ്ട്. നമ്മുടെ മോഡി, നമ്മുടെ താടിജിന്റെ ഉറ്റ സുഹൃത്താണല്ലോ നമ്മുടെ ട്രംപ്. നമ്മുടെ ബ്രണ്ടാണല്ലോ, ഫ്രണ്ട്. അപ്പം നമ്മുടെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് എന്ന് പറയുമ്പം അതായത് നമ്മുടെ ട്രംപിന്റെ ഫ്രണ്ടാണല്ലോ എലൻ മസ്ക്. അപ്പം എലൻ മസ്കിന്റെ സ്വന്തം ചാനലായിട്ടുള്ള ഒരു AI പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഗ്രോക്ക് പറയുന്നത് ഇജ്ജ് വലിയ സംഖ്യ എന്നാ. ഇനി അത് പോട്ടെ, അത് വേറെ. ഞാൻ എൻ്റെ മോദീനെ എടുത്തു കഴിഞ്ഞാലോ അതിനേക്കാൾ വലുതാ. നമ്മുടെ നാട്ടിൽ സകല കുട്ടിച്ചോറുണ്ടാക്കിയത് നമ്മുടെ മോദിജി എന്നാണ് പറയുന്നത്. ഗുജറാത്ത് കലാപം, പല പല കലാപങ്ങൾ, ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക പ്രധാനമന്ത്രിയായിട്ട് വന്നു. ഈ പ്രധാനമന്ത്രി ആയിട്ടോ ഇവിടെ മൊത്തം ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നാണ് പറഞ്ഞത്. സംഗീസവും മറ്റേ എന്താ പറയുക ഹിന്ദുയിസവും ഹിന്ദുത്വയും കൊണ്ടുവന്ന് ഇവിടുത്തെ ആൾക്കാരെ തമ്മിലടുപ്പിച്ച് ഭരിക്കുന്ന ഒരു ഭരണാധികാരി മാത്രമാണ് എൻ്റെ താടിജി എന്നാണ് നമ്മുടെ ഗ്രോക്കണ്ണം പറയുന്നത്. നമ്മുടെ ബ്രണ്ടിൻ്റെ പ്ലാറ്റ്ഫോമാണ് അവിടെ പറയുന്നത്. നമ്മളൊക്കെ എന്താ ചെയ്യല്ലേ? ഇത്രയും കാലം നമ്മൾ സേഫ് സോണിൽ കളിച്ചാണ്. അല്ല, എന്നാലും എന്തിനാണ് മസ്ക് ജിമ്മാതിരി പരിപാടി നമ്മുടെ താടിജിക്ക് കൊടുത്തത്, നമ്മുടെ സംഖ്യക്ക് കൊടുത്തത്? എനിക്ക് മനസ്സിലാവുന്നില്ലത്. അതൊക്കെ പോട്ടെ. ഈ BJP ഇന്ത്യയിലെ ഭരണം എങ്ങനെ പോകുന്ന പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അങ്ങോട്ട് അടിച്ചു വിടുക നമ്മുടെ ഗ്രോക്ക്. മഹാവൃത്തികെട്ട ഭരണം. രാജ്യം കൂപ്പുകുത്തി താഴോട്ട് പോകുന്നു. സംഘിസം മാത്രം അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ വർഗീയത മാത്രം കൊണ്ട് ഭരിക്കുന്ന ഒരു ഭരണാധികാരി മാത്രമാണ് നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ പാർട്ടി എന്നാണ് നമ്മുടെ ഗ്രോക്ക് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രോക്കിനെതിരെ കേസിന് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ സംഖ്യവാണങ്ങൾ. നമ്മുടെ എലൻ മസ്കിന്റെ ഗ്രോക്കിനെതിരെ സംഖ്യവാണങ്ങൾ കേസ് വരെ കൊടുത്തിട്ടുണ്ട്. മിക്കവാറും ഗ്രോക്ക് ഇന്ത്യയിൽ അങ്ങോട്ട് നിരോധിക്കും. ഇതൊക്കെ നടക്കുക. അതാണ് സംഘിസത്തിനെതിരെയും നമ്മുടെ താടിക്കെതിരെയും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ നേരെ അതങ്ങോട്ട് നിരോധിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു, അല്ലെങ്കിൽ ബുൾഡോസർ വെച്ച് നമ്മൾ തകർക്കും. ഇനിയിപ്പോൾ അത് അങ്ങോട്ട് അമേരിക്കയിലായതുകൊണ്ട് ബുൾഡോസർ പോയിട്ട് അവിടെ പോയിട്ട് നമ്മളിങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് തിരിച്ചു വരിക എന്നല്ലാണ്ട് അവിടുത്തെ ആൾക്കാർ എന്തിങ്ങോട്ട് തള്ളി തന്നു കഴിഞ്ഞാലും, അത് നമ്മുടെ പൗരന്മാരെ തള്ളി തന്നു കഴിഞ്ഞാലും നമ്മുടെ മോദിജി ഈ പറഞ്ഞ പണ്ടത്തെ RSSന്റെ ഒരു സംസ്കാരം ഉണ്ടല്ലോ, ഷൂ നക്കുന്ന സംസ്കാരം, അതുപോലത്തെ നമ്മുടെ എന്താ പറയുക ട്രംപിൻ്റെ ഷൂവും പലതും നക്കിയും കൊണ്ട് തിരിച്ചു വരും. അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും നമ്മുടെ ഒരു തേങ്ങയും നടക്കാൻ പോകുന്നില്ല. അത് മനസ്സിലാവാത്ത നമ്മുടെ കൂട്ടത്തിലെ സംഘിക്കുട്ടന്മാർക്ക് മാത്രമാണ്. എന്തായാലും നമ്മൾ വിഷയത്തിൽ നിന്ന് ഭയങ്കരമായിട്ട് വ്യതിചലിച്ച് പോകുന്നുണ്ട്, എനിക്ക് മനസ്സിലായിട്ടോ. അപ്പം നമ്മുടെ പണിക്കരൂട്ടി എന്താ പറഞ്ഞത്? പണിക്കരൂട്ടി ഇന്നലെ ഇട്ട പോസ്റ്റ് കേട്ടോ. ജലീലിൻ്റെ പ്രസംഗം ഓർമ്മ വന്നവർക്ക് ലൈക്ക് അടിക്കാം, സുടുക്കൾക്ക് മോങ്ങാം. തൊടുപുഴ കൊലപാതകം കൊട്ടേഷൻ ഏറ്റെടുത്ത മുഹമ്മദ് അസ്ലം ലഹരി വ്യാപാര സംഘത്തിൻ്റെ പ്രധാന കണ്ണി. ഇതാണ് നമ്മുടെ നിഷ്പക്ഷ, നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള നമ്മുടെ സംഘി പണിക്കർ. അങ്ങനെ സംഘി പണിക്കർ എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഇല്ല, ഒരിക്കലും. സംഘി പണിക്കരുടെ ഇന്നത്തെ പോസ്റ്റാണ്. ഈ സംഘി പണിക്കർ ഒരു കാര്യം കാണുന്നില്ല. 2 ദിവസം മുമ്പ് നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിൽ ഈ പറഞ്ഞ ലഹരി കൊണ്ടുവന്നിട്ട് 2 എന്താ പറയുക ഒന്ന് ഡൽഹി സ്വദേശി ഒരു പെങ്കൊച്ചാട്ടോ, ഒന്ന് രാജസ്ഥാൻ സ്വദേശി. അതിൻ്റെ വാർത്ത ഒന്ന് കേട്ട് നോക്കാം നമുക്ക്. കേക്ക്. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ കഞ്ചാവ് വേട്ട. 5 കോടി രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. ബാങ്കോക്കിൽ നിന്ന് 15 കിലോ കഞ്ചാവുമായി എത്തിയ 2 സ്ത്രീകളാണ് പിടിയിലായത്. രാജസ്ഥാൻ സ്വദേശി മാൻവി, ഡൽഹി സ്വദേശി സ്വാൻവി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, ഈ വിമാനമാർഗം വിദേശ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വലിയ രീതിയിൽ പ്രത്യേകിച്ചും ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഇവിടേക്ക് എത്തിക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിൽ ഈ കഞ്ചാവ് കേസിൽ പിടിയിലായ ഒരു യുവാവ് തന്നെ തുറന്നു പറഞ്ഞതാണ്. ഇതെങ്ങനെയാണ് ഈ സ്ത്രീകളിലേക്ക്? അല്ല പണിക്കരൂട്ടി, ഇതെല്ലാം കേട്ടോ? ഇത് നമ്മൾ എവിടെ കൊണ്ട് പെടുത്തും? സുഡാപ്പിക്ക് എന്തായാലും കൊള്ളാൻ പോകുന്നില്ല. എൻ്റെ സംഘി സുനേൽ കയറുന്നതൊക്കെ കയറെങ്കിൽ വളരെ നല്ലതാ. ഇതൊക്കെ കയറ്റണം. അത് പോട്ടെ. രണ്ടാമത്തത് ഇന്നലെ വന്നത് കൊല്ലത്ത് MDMAയുമായിട്ട് പിടിയിലായ യുവതി രാസവസ്തുക്കൾ കടത്തിയത് സ്വകാര്യ ഭാഗത്ത് വെച്ച്. ഇവിടെ പിന്നാമ്പുറത്തല്ല, മലദ്വാറിലല്ല, മുൻദ്വാരത്തിലാണ് കയറ്റിയത്. അനില രവീന്ദ്രൻ. ഇതൊക്കെ സഹിക്കോ എൻ്റെ പണിക്കരൂട്ടി വെച്ച്? ഇങ്ങനത്തെ കേസുകളുണ്ട്. നമ്മളിത് മതം നോക്കിയിട്ട്
കുറ്റവാളികളുടെ പേരിൽ മുസ്ലിം അല്ലെ മുസ്ലിം നാമധാരികളായി കഴിഞ്ഞാൽ സുടുക്കൾക്ക് കൊള്ളും എന്നും പറഞ്ഞിട്ട് നീയൊക്കെ ഇങ്ങനെ കൊണ്ട് തള്ളുന്ന ചെറ്റ വർത്താനുണ്ടല്ലോ, പരമനാറിത്തരം എന്ന് പറയും. അതായത് സംഖ്യവാണങ്ങൾ കൊടുക്കുന്ന പരമനാറിത്തരം. അതുപോലെ അവരിടുന്ന ഛർദി അതുപോലെ നീ കഴിച്ചിട്ട് നിന്റെ വീട്ടിലെ മക്കൾക്കും ഭാര്യക്കും ഇങ്ങനെ ഛർദിയാണോ ഡെയിലി വാരി കൊടുക്കാറ് വായിലോട്ട്? അങ്ങനെയാണെങ്കിൽ കറക്റ്റാണ്, നിന്നെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ ഈ മതം നോക്കി പോയി കഴിഞ്ഞാൽ എൻ്റെ പൊന്നു സംഖ്യ നമ്മൾ പലതും നോക്കേണ്ടി വരും കേട്ടോ. നമ്മൾ ഇതുപോലെ അങ്ങോട്ട് നിരത്തി കഴിഞ്ഞാലേ രാജ്യദ്രോഹി ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, MDMA-യും ബാക്കി കാര്യങ്ങൾ, രാജ്യദ്രോഹികൾ പാകിസ്ഥാനിന് ഒറ്റ കൊടുക്കുന്ന രാജ്യദ്രോഹികളുടെ വലിയ ലിസ്റ്റ് നമ്മുടെ കഴിഞ്ഞ ദിവസം അനിൽ മുഹമ്മദിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതല്ലെങ്കിൽ ഞാൻ അതിൻ്റെ സൈഡിൽ നിനക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് തരാം. ഒരൊറ്റ ഒന്ന് സുഡാപ്പികളില്ല മനുഷ്യ, ഒക്കെ സംഖ്യമാണങ്ങളാണ്. എന്താന്നും പറയുന്നില്ലേ? അതെങ്ങനെ പറയാനല്ലേ? ഗ്രോക്ക് വരെ പറഞ്ഞു ഈ പരമസംഖ്യ എന്നുള്ളത്. ഇനിയിപ്പോൾ ഇങ്ങനത്തെ വല്ല വർത്താനം പറയും. ആകെ കേരളത്തിലെ 4 മാധ്യമങ്ങൾ പറയും. ശ്രീജിത്ത് പണിക്കർ സാമൂഹ്യ നിരീക്ഷകൻ, ശ്രീജിത്ത് പണിക്കർ എന്താണ് രാഷ്ട്രീയ നിരീക്ഷകൻ. അതല്ലാണ്ട് ഞാൻ എവിടെ ഇതുവരെ കണ്ടില്ല. ഈവൻ നമ്മുടെ മലം TV വരെ പറഞ്ഞിട്ടുള്ളത് ശ്രീജിത്ത് പണിക്കർ സാമൂഹ്യ നിരീക്ഷകൻ എന്നാണ്. അവിടെ പോലും എന്നെ സംഖ്യ എന്ന് പറഞ്ഞിട്ടില്ല, പിന്നെ ബാക്കിയുള്ളവർ പറയുന്നത്. എന്താണെങ്കിലും കൊള്ളാം. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എൻ്റെ സംഖ്യക്കൂട്ടം നീ ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് നമ്മുടെ നാട്ടിലെ ഇങ്ങനത്തെ എന്തെങ്കിലും തുണ്ടും കിട്ടുന്നത് അപ്പോഴേക്കും പോസ്റ്റാണ്. അങ്ങോട്ട് വമ്പം പോസ്റ്റുകൾ സുടുക്കൾക്ക് ഒളിച്ചിട്ട് ഏറെ പരമം പോറാ. നിന്നോട് കാര്യം പറയട്ടെ, ഇതുപോലെ പോസ്റ്റ് ഇട്ട് കഴിച്ചാലല്ലോ എൻ്റെ സംഖ്യ അല്ലെങ്കിൽ എൻ്റെ ഹിന്ദുത്വ, എൻ്റെ RSS ഇമാതിരി ചെറ്റത്തരം കാണിക്കുന്ന രാജ്യദ്രോഹങ്ങളായിട്ടും മയക്കുമരുന്നായിട്ടും വെടിയായിട്ടും കുടിയായിട്ടും എല്ലാത്തിലും നമുക്ക് ഇടാണ്ടാവും ഇഷ്ടം പോലെ. അത് ചെയ്യാത്തത് ഈ വൃത്തികെട്ട പാവ മുസ്ലിങ്ങളാണ്. അമ്മമാർക്ക് വല്ല ബോധം വേണ്ടേ? അവന്മാരിതൊന്നും നോക്കൂല. അവന്മാർ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നടക്കും. അതിന് പകരം അന്നെപ്പോലത്തെ കുറേ മരവാണങ്ങളായിട്ടുള്ള സംഖ്യക്കുട്ടന്മാർ ഇങ്ങനത്തെ പല പോസ്റ്റും ഇട്ടിട്ട് സംഖ്യകളുടെ ഫണ്ട് പഠിച്ചിട്ട് സംഖ്യകളുടെ സാധനം മറ്റേ ബോളും നോക്കി ഇങ്ങനെ ജീവിക്കും. ഇതാണ് അവസ്ഥ. എന്താ ചെയ്യല നമ്മൾ? ഇത് കാണുന്ന സംഖ്യകൾക്കൊക്കെ വല്ല ബോധം വെച്ചിരുന്നെങ്കിൽ ഏർപ്പെട്ടെ.